ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ബലിപെരുന്നാളിൻ്റെ ആത്മാവ് ജീവിതത്തിൽ പൂർണ്ണമായും സന്നിവേശിപ്പിച്ചുകൊണ്ട് പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഈദിന്റെ ഹുതുബയിൽ ആമുഖമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യദിനത്തിൻ്റെ പ്രഭാതത്തിൽ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ ഈദ് ആശംസകൾ അർപ്പിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകം ഈദ് ആഘോഷിക്കുന്നത്. ഈ ഈദിൻ്റെ ഒന്നാമത്തെ സന്ദേശമായി പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളാണ് എന്നും എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നും എല്ലാവരും ഏകോദര സഹോദരങ്ങളോടുകൂടി ഐക്യത്തോടും സ്നേഹത്തോടും ജീവിക്കണമെന്നുമുള്ള ഉദാത്തമായ ഒരു സന്ദേശമാണ് ഈദ് ഒന്നാമതായി നമ്മോട് വിളിച്ചു പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, തീർച്ചയായിട്ടും നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ എന്ന് പറയുന്നത് പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് അധിഷ്ഠിതമായി ജീവിതത്തെ നയിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കണമെന്ന ഒരു തത്വമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അതാണ് ഈദിന്റെ മുന്നോടിയായി അറഫാത്തിന്റെ മലമേടകളിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കിന് വരുന്ന 1.5 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ് എങ്കിൽ നിങ്ങളുടെ പിതാവും ഒന്നാണ്, നിങ്ങളുടെ മാതാപിതാക്കളും ഒന്നാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല, അനറബിക്ക് അറബിയേക്കാളും സ്ഥാനമില്ല. വലാ അഹ്മറ അലാ അസ്വദ്, കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ സ്ഥാനമില്ല. ജാതീയതയുടെ എല്ലാ അതിർവരമ്പുകളെയും തച്ചുടച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഈദിന്റെ സന്ദേശമായി വിശ്വാസി സമൂഹത്തോട് ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചത്. ഇന്ന് ജാതീയത തിമിർത്താടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കണ്ടുകൂടാത്ത, പരസ്പരം മിണ്ടിക്കൂടാത്ത, താഴ്ന്ന ജാതിയിൽ പിറന്നതിന്റെ പേരിൽ പരസ്പരം അർവല ചെയ്യുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ വേദനകളിൽ നിന്ന് സമൂഹം മയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം കാണുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പിന്നിൽ ജനസാഗരം ഒഴുകുന്നു.
എന്തുകൊണ്ട്? അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും വരുന്ന അയാളും കുടുംബവും അനുഭവിച്ച ജാതീയതയുടെ, അവർണതയുടെ ഏറ്റവും വലിയ ഭീകരമായ താണ്ഡവത്തിനിരയായപ്പോ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് കടന്നു വന്നപ്പോ ജനസഞ്ചയം ചെറുപ്പക്കാരയാളുടെ പിന്നിലേക്ക് ഒഴുകുന്നു എങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശമായി ലോകത്തിന്റെ നേതാവായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ജാതീയതയെ എന്റെ കാഴ്ചവട്ടിൽ ഞാൻ കുഴിച്ചു മൂടുകയാണ്. മതത്തിന്റെ പേരില്, ജാതീയതയുടെ പേരില്, വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ പരസ്പരം കഴുത്തെറുക്കേണ്ടവരല്ല മനുഷ്യർ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി യത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ എന്ന് പറയുന്നത് ആ പടച്ചവനെ ജീവിച്ചുകൊണ്ട്, ആ പടച്ചവനെ അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന ഖുർആനിന്റെ അധ്യാപനമാണ് പരിശുദ്ധ ഖുർആൻ മുന്നിലേക്ക് വെക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ദിനത്തില് വിശ്വാസികൾ അയവിറക്കുന്നത് ഒരു പ്രവാചകന്റെ ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ, ആത്മബോധനത്തിന്റെ, ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ പാഠങ്ങളാണ് ഈദിന്റെ സുദിനത്തിൽ വിശ്വാസികൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. 400 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യാഥാസ്ഥിക കുടുംബത്തിന്റെ ചുറ്റുപാടില് ജനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണകൾ അയവിറക്കുകൊണ്ട് നാം ഈദ് ആഘോഷിക്കുമ്പോ സഹോദരങ്ങളെ, പൗരോഹിത്യം വളർത്തുന്ന വിശ്വാസപരമായ അന്ധതയിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, ഇന്നും നമ്മുടെ ചുറ്റുപാട് ഏറ്റവും വലിയ ചങ്ങലയ്ക്കുള്ളില് മുസ്ലിം ഉമ്മത്തിനെ പൗരോഹിത്യം തളച്ചിടാനുള്ള ഗൂഢമായ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന്, ആ അനുഷ്ഠാനങ്ങളിലൂടെ ചലിക്കുവാൻ ഈ ഉമ്മത്തിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക്, അധർമ്മത്തിലേക്ക്, ശിർക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു പൗരോഹിത്യത്തിനെതിരെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്ധിയില്ലാത്ത സമരവുമായിട്ട്, സന്ധിയില്ലാത്ത പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കപട ആത്മീയതയ്ക്കെതിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദിക്കുകയാണ് ചെയ്തത്. ശുദ്ധമായ ആത്മീയതയിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചു. ഏതാണ് ഇബ്രാഹിം നബി ക്ഷണിച്ച ആ ശരിയായ ആത്മീയത? 2-ാം അധ്യായം സൂറത്തുൽ ബഖറ അതിന്റെ 21, 22 ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. പരിശുദ്ധ ഖുർആൻ ശരിയായ ആത്മീയത എന്താണ് എന്ന് മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു പറയുകയാ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ പൂർവികരായ ജനങ്ങളെ സൃഷ്ടിച്ച സർവാധിനാഥനായ ജഗദീശ്വരനായ ദൈവം തമ്പുരാനുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ആ അല്ലാഹു ആരാണെന്നറിയുമോ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ. ഈ അനന്ത വിശാല
പ്രവിശാലമായ ഭൂമിയെ സംവിധാനിച്ചവനാണ്, പ്രവിശാലമായ ആകാശത്തെ സംവിധാനിച്ചവനാണ്. ആകാശ ലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് മേഘപ്പാളികളെ കീറിമുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വെള്ളം തരുന്നവനാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യരെ, ആ അല്ലാഹുവിൽ നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, ആ പടച്ചവന് സമമാരെ ഉണ്ടാക്കരുത്, ആ പടച്ചവന് പങ്കാളികളെ ഉണ്ടാക്കരുത്. നിങ്ങൾ അറിവുള്ളവരാണ് എങ്കിൽ, ഗ്രഹിക്കുന്നവരാണ് എങ്കിൽ മനുഷ്യരെ ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുതേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിച്ചു എങ്കിൽ ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും ആ ആത്മീയതയിലേക്കാണ്, ശുദ്ധമായ ആത്മീയതയിലേക്കാണ് ക്ഷണിച്ചത് എങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാണ് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ജനം ഇരുട്ട് തപ്പിയപ്പോ, ശിർക്കിലേക്ക് കൂപ്പുകുത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ശുദ്ധമായ ആത്മീയതയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ഇരുട്ടിന്റെ ശക്തികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹിഷ്കരിച്ചു, ഒറ്റപ്പെടുത്തി, ആക്രമിക്കാൻ തയ്യാറായി. അവസാനം ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയാൻ തയ്യാറാകുകയാണ്. തന്നെ സഹായിക്കാൻ ഈ ഭൗതിക ലോകത്ത് ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിറപ്പുഞ്ചിരിയോടുകൂടി ആളിക്കത്തുന്ന തീക്കുണ്ടത്തെ സ്വീകരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. ഓ ഇബ്രാഹിമേ, അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്, ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാണ് ജിബ്രീൽ കടന്നു വരുന്നത്. വന്നിട്ട് പറഞ്ഞത്, ഓ ഇബ്രാഹിം, അങ്ങൊന്ന് അനുവദിച്ചാൽ, അങ്ങൊന്ന് സമ്മതിച്ചാൽ എന്റെ 600ഓളം വരുന്ന ചിറകുകളിൽ ഒന്നെടുത്തൊന്ന് ആഞ്ഞു വീശിയാൽ ഈ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരം അണഞ്ഞു പോകും. ഇബ്രാഹിം, നിങ്ങളൊന്ന് അനുവദിച്ചാൽ മതി, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇതിനെ അണയ്ക്കാൻ, ഇതിനെ തണുപ്പിക്കാൻ ഞാൻ സന്നദ്ധനായി വന്നിരിക്കുകയാണ്. ഇബ്രാഹിം, അല്ലാഹു എനിക്ക് അനുവാദം തന്നു. മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രതികരണം, വേണ്ടടോ, എനിക്കൊരാളുടെയും സഹായം വേണ്ട, ഒരു ഇടത്തട്ടുകാരന്റെയും ഒരു ഇടനിലക്കാരന്റെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. എനിക്കെന്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി. നിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉദാത്തമായവൻ ആ പടച്ചവനാണ്. ആ പടച്ചവൻ മതി, ഒരാളുടെയും ഭൗതികമായ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോ അവസാനം ചാരമായിട്ട് ആ ചാരം വാരിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ശത്രു വ്യൂഹത്തിന്റെ മുന്നിലേക്ക് മഹാനായ ഇബ്രാഹിം നബി നിറപ്പുഞ്ചിരിയോട് കൂടി വരുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നാം തീയോട് പറഞ്ഞു, ഇബ്രാഹിമിന് ശാന്തി നൽകണം, ഇബ്രാഹിമിനെ കരിക്കാൻ പാടില്ല, ഇബ്രാഹിമിന്റെ രോമകൂമങ്ങൾക്ക് പോലും ഇളക്കം തട്ടാൻ, കരിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് തീയോട് നിർദ്ദേശിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ചാരമായ ആ ഭസ്മം എടുക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ ഒരു രോമകൂമത്തിന് പോലും കേടില്ലാതെ നിറപ്പുഞ്ചിരിയോടുകൂടി ഇബ്രാഹിം നബി കടന്നു വരുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു എങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ഒളിച്ചോടുന്ന മുസ്ലിമേ, ഇബ്രാഹിം നബി നമുക്ക് പാഠമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ സമയത്ത്
വിശ്വാസികൾ ഒളിച്ചോടാൻ പാടില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ അള്ളാഹുവിനെ വിട്ടിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ മുന്നിലേക്ക് ആവലാദികളും വേവലാദികളും ജാറങ്ങളിലേക്കും കബറുകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവരെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പാഠമാണ് എന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മോട് പറഞ്ഞു തരികയാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഒടുവിൽ 82ാമത്തെ വയസ്സിലാണ്, പടുവൃദ്ധനായ സമയത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തനിക്കൊരു കുഞ്ഞിക്കാലി കാണണമെന്ന ആഗ്രഹം അല്ലാഹുവിനോട് ആവർത്തിച്ചു പറഞ്ഞപ്പോ പടച്ച റബ്ബ് ഒരു സന്താനത്തെ കൊടുക്കുന്നത്. ആ സന്താനത്തെ കിട്ടി ലാളിച്ചു പരിപാലിച്ചു മുന്നോട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ അടുത്ത പരീക്ഷണം ഉണ്ടാകുന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കഴുത്തിൽ കത്തിവെക്കണം, ആ പൊന്നുമോനെ ബലിയർക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന സ്വപ്നത്തിലൂടെ കിട്ടുകയാണ്. സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സ്വപ്നം കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നദ്ബഹക, ഓ പൊന്നുമോനെ, നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് ദർശനമുണ്ടായി, നിന്റെ അഭിപ്രായം എന്താണ് മോനെ? ആ പൊന്നുമോൻ പറഞ്ഞത്, ഓ പ്രിയപ്പെട്ട വാപ്പ, നിങ്ങളുടെ മുന്നിൽ അനുസരണാശീലനായ ഒരു പൊന്നുമോനായി കിടന്നു തരാം വാപ്പ. സതജുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അതേ ക്ഷമാശീലനായ ഒരു മകനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് ആ വാപ്പയ്ക്ക് കരാറ് കൊടുക്കുകയാണ്. ആ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ കത്തിയും കയറും, മറു കയ്യിൽ ആ പൊന്നുമോനെയും പിടിച്ചുകൊണ്ട് ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിനയുടെ താഴ്വരയിലേക്ക് നടന്നു പോകുകയാ. നടന്നു പോകുമ്പോ ആ പൊന്നുമോൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഓ വാപ്പാ, യാ അബത്തി ഇദാ അറത്ത ദബഹനി ഫഖയ്യിദിനി, ഓ പ്രിയപ്പെട്ട വാപ്പാ, മിനാ താഴ്വരയിൽ എന്നെ അറുക്കാൻ വേണ്ടി കിടത്തുമ്പോ എന്റെ കൈകാലുകൾ ബന്ധിക്കണം, അതൊന്ന് കൂട്ടിക്കെട്ടണം. കാരണം എന്തെന്നറിയുമോ? ഓ പ്രിയപ്പെട്ട വാപ്പ, ഞാൻ കയ്യോ കാലോ എടുത്തൊന്ന് കുടഞ്ഞാൽ എന്റെ കണ്ടനാടിയിലേക്ക് കത്തിവെക്കുമ്പോ കയ്യോ കാലോ എടുത്തൊന്ന് കുടഞ്ഞാൽ അങ്ങിട്ടിരിക്കുന്ന ഈ വെളുത്ത വസ്ത്രത്തിൽ ഈ പൊന്നുമോന്റെ ചോരയുണ്ടാകുമല്ലോ, അത് വരാതിരിക്കാൻ എന്റെ കൈകാലുകൾ ബന്ധിക്കണം വാപ്പ. ഫജ്അൽ വജ്ഹി ഇലൽ അർള്, മാത്രമല്ല വസന്ന സിക്കീന, എന്റെ കഴുത്തിലേക്ക് വെക്കുന്ന ആ കത്തിക്ക് മൂർച്ച കൂട്ടണം. കാരണം ഞാൻ പെട്ടെന്ന് പിടഞ്ഞു മരിക്കാൻ അങ്ങ് കത്തിക്ക് മൂർച്ച കൂട്ടണം. ഫജ്അൽ വജ്ഹി ഇലൽ അർള്, എന്റെ മുഖം ഭൂമിയിലേക്ക് താഴ്ത്തി വെക്കണം, എന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കരുത്. ഹത്താ ലാ തൽതഖീ നദറാതി ബിനദറാതിക, എന്റെ മുഖത്തേക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പയൊന്ന് നോക്കുമ്പോ, എന്റെ തിളങ്ങുന്ന കണ്ണ് കാണുമ്പോ എന്റെ വാപ്പയുടെ കൈയറച്ചു പോയാൽ, ആ കത്തി വലിച്ചെടുക്കുന്ന അവസ്ഥ വന്നാൽ എന്റെ റബ്ബിന്റെ തീരുമാനത്തിൽ നിന്ന് എന്റെ പൊന്നു വാപ്പ പിന്മാറുന്ന ഗതികേടിന് ഈ മകൻ സാക്ഷിയാകുമല്ലോ വാപ്പ. അതുകൊണ്ട് എന്റെ മുഖം പൂഴിമണ്ണിലേക്ക് താഴ്ത്തി വെച്ചുകൊണ്ടായിരിക്കണം, അങ്ങ് നോക്കാത്ത രൂപത്തിൽ, എന്റെ കണ്ണ് കാണാത്ത രൂപത്തിൽ എന്റെ കഴുത്തിലേക്ക് കണ്ട നാടിയിലേക്ക് കത്തി വെക്കേണ്ടത് എന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞു. എങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആ മകന്റെയും വാപ്പയുടെയും രംഗം വളരെ ആദരവോടുകൂടി രോമാഞ്ചത്തോടുകൂടിയാണ് വിശ്വാസികൾ ഓർക്കുന്നത് എങ്കിൽ നമ്മുടെ മക്കളെ ഇസ്മാഈലുമാരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയാണ് ഇത് നമ്മോട് വിളിച്ചു പറയുന്നത്. മാതാപിതാക്കളെ അനുസരിക്കുന്ന, അല്ലാഹുവിനെ വഴിപ്പെടുന്ന, പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കുന്ന ഇസ്മാഈലുമാരായി
ഈദാക്കി മാറ്റാൻ, നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈദ് നമ്മോട് ചോദിക്കുകയാണ്. മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കുഞ്ഞായിരിക്കുമ്പോ, ആ പൊന്നുമോൻ ചോര പൈതലായിരിക്കുമ്പോഴാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയും ഭാര്യ ഹാജറയെയും മക്കയിലെ ചുട്ടുപഴുന്ന മണലാരുണ്യത്തിലേക്ക് കൊണ്ടുപോയേക്കുന്നത്. ജനങ്ങളില്ല, ആരും തന്നെ എവിടെയില്ല. കൊണ്ടുപോയി മക്കയുടെ തീരത്തേക്ക് ഇട്ടിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് പടച്ചവന്റെ പ്രബോധനത്തിന് വേണ്ടി തിരിഞ്ഞു നടക്കുമ്പോ ഏതൊരു ഭാര്യയുടെയും പരിഭ്രാന്തപരമായ ഒരു മുഖമുണ്ടാകുമല്ലോ. തന്റെ ഭർത്താവിന്റെ അഭാവം ഹാജറയെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. തന്റെ ചോര പൈതലുമായിട്ട് ആ ഉമ്മ മക്കയുടെ ചുറ്റുപഴുത്തു കൊള്ളുന്ന മണലാരണ്യത്തിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോകുന്ന ഇബ്രാഹിം നബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഓ പ്രിയപ്പെട്ട ഇബ്രാഹിമേ, ഇത് പടച്ചവന്റെ തീരുമാനമാണോ? എന്നെയും എന്റെ പിഞ്ചു കുഞ്ഞിനെയും ഈ ചോര കുഞ്ഞിനെയും ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഇട്ടിട്ട് പോകാൻ പടച്ചവന്റെ തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോ അതെ, പടച്ചവന്റെ തീരുമാനമാണെന്ന് ഇബ്രാഹിം നബി പറയുമ്പോ, അങ്ങനൊരു തീരുമാനമാണെങ്കിൽ അല്ലാഹു എന്നെ കൈവിടില്ല, പടച്ചവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ പോകുക എന്ന് ഇബ്രാഹിം നബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹാജറ ബീവി പറഞ്ഞു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാര്, സഹോദരിമാര് ഹാജറയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കണം. നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുന്ന, പടച്ചവന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന ഉമ്മമാരാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഭീഷണികൾ ഉണ്ടാകും. ആ സമയത്തൊന്നും വിശ്വാസികൾ പതറാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഗ്ലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണോ? പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു നിങ്ങളെ സഹായിക്കും. ആ വഅദ ഇന്നും നിലനിൽക്കുകയാണ്. പലരും നമ്മെ ഭീഷണിപ്പെടുത്താൻ, നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കണ്ണുരുട്ടാൻ പലരും തയ്യാറായി വരുമ്പോ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകണം ഇബ്രാഹിം നബി ഉയർത്തിപ്പിടിച്ച ആ ത്യാഗത്തിന്റെ കഥകൾ, ആ പരീക്ഷണത്തിന്റെ വിജയത്തിന്റെ കഥകൾ, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് വിശ്വാസികൾ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ന് ഒരുപാട് ജനങ്ങള് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്കിരയായിക്കൊണ്ട് കഴിയുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നാടിന്റെ നാനാഭാഗത്തും പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈദിന്റെ സുദിനത്തില് അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ചുകൂടി നാം ആഘോഷം നടത്തുമ്പോ എത്രയോ സഹോദരീ സഹോദരങ്ങൾ വായൊന്ന് തുറന്നിട്ട് ഒരിറക്ക് ദാഹജലം ഉള്ളിലേക്ക് അയക്കാൻ കഴിയാതെ ഭീകരമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് RCC പോലെയുള്ള കേന്ദ്രങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ജനങ്ങളുണ്ട്. വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കണം. എന്നിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇതാ ശുക്ർ അർപ്പിക്കുകയാണ്, ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സർവസ്തുതിയും നിനക്കാണ്. വിളിച്ചു പറയണം സഹോദരങ്ങളെ, പ്രഖ്യാപിക്കണം. ഈദിന്റെ സുദിനത്തിൽ ഇന്നലെ സുബഹി മുതൽ വരുന്ന 2-3 ദിവസം കഴിയുമ്പോൾ അയ്യാമുത് തശ്രീഖിന്റെ ദുൽഹിജ്ജ് 13ന്റെ അസ്ർ വരെയും വിശ്വാസികൾ ഈ തക്ബീർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ ചുണ്ടിൽ നിന്ന് അത് നിർഗളിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രാർത്ഥന നിരതരാകണം. പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈദ് എന്ന് പറഞ്ഞാൽ അത് ആഘോഷത്തിന്റെ ദിവസമാണ്.
പലരും ധരിക്കുന്നത് പോലെ ഇബാദത്ത് കൊണ്ട് മാത്രം ധന്യമാക്കേണ്ട ഒന്നല്ല ഈദ്. ആഘോഷിക്കേണ്ടതാണ്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് അതിരുവിടാത്ത ആഘോഷങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോ പ്രാർത്ഥന നിരതരാകണം. പരിശുദ്ധ ഖുർആനിൽ ഒരു പിടി പ്രാർത്ഥന ഇബ്രാഹിം നബിയുടേതായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന, ഞങ്ങളുടെ നാട്ടിലെ, ഞങ്ങളുടെ പിറന്ന മണ്ണിനെ, ഞങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണേ റബ്ബേ. അക്രമമില്ലാത്ത, വർഗീയതയില്ലാത്ത, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു രാജ്യമാക്കി മാറ്റണേ എന്ന ഇബ്രാഹിം നബി മക്കയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിംകളെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് പ്രാർത്ഥിച്ചത് വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ കുടുംബത്തെയും ശിർക്ക് വരുന്നതിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ബിംബങ്ങളെ അതുപോലെ ജാറങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റണേ റബ്ബേ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രാർത്ഥനയാണ് വിശ്വാസികളിൽ നിന്നുണ്ടാകണം. മൂന്നാമതായിട്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് കാരുണ്യത്തിന്റെ ഹസ്തം ഉയർത്തുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഫലസ്തീനിന്റെ തെരുവീതികളിൽ പ്രയാസത്തിലാണ് സഹോദരങ്ങൾ. ഇത് പലതും കടന്നു പോയിട്ടുണ്ട്. ഇന്നും ആഹാരം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഓർക്കണം സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി കരങ്ങൾ ഉയരണം. ജയിലറകളില് അകാരണമായിട്ട്, മുസ്ലിമായതിന്റെ പേരില് അകാരണമായിട്ട് അടയ്ക്കപ്പെട്ട് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈദിന്റെ മുസല്ലയില് ഞാനും നിങ്ങളും ഇരിക്കുമ്പോ ജയിലറയിൽ കിടന്നുകൊണ്ട് കണ്ണുനീര് നിർത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അവരെ നമ്മൾ മറക്കരുത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ രൂപത്തിൽ രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെയും പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നാം തയ്യാറാകണം. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ലഹരിയുടെ പിടുത്തം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാ. വളർന്നു വരുന്ന മക്കളെ ലഹരിയിൽ തളച്ചിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അവർക്ക് ദിശാബോധം നൽകാൻ അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തണം. പടച്ചവരെ, പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ. ഈദിന്റെ സുദിനത്തിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ ആഘോഷം, ഈ സന്തോഷം അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പള്ളി ദിവസങ്ങളായി റമദാൻ കഴിഞ്ഞത് മുതൽ അടുത്ത ഷെഡിലാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. പൂർത്തിയാക്കണം. എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി സഹകരിക്കണം. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെയും ഇതിൽ പങ്കാളികളാകണം. നാം മരണപ്പെട്ടു പോയാലും ഖിയാമത്ത് നാൾ വരെയും ഈ പള്ളിയിൽ നമസ്കരിക്കുന്നവർ, ഇവിടെ ഇബാദത്ത് ചെയ്യുന്നവർ, അവരുടെ ആ അമലിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ തന്നെ ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ, ഇതിനു വേണ്ടി സഹായങ്ങൾ അർപ്പിക്കുന്നവർ, എല്ലാവരുടെയും ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സദഖയായിട്ടുണ്ടാകും. ആ ജാരിയായ സദഖയിൽ എന്റെ റബ്ബിന്റെ പള്ളിയുടെ നിർമ്മാണത്തിൽ എന്റെ ഒരംശം മാറ്റിവെക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തയ്യാറാകണം. കുറേശ്ശെയെങ്കിലും നിങ്ങൾ അതിന് കൊടുത്തുകൊണ്ട്, സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താറുള്ളത്, പള്ളിയുടെ ഉൾഭാഗങ്ങൾ സഹോദരിമാർ കണ്ടിട്ടില്ല. നമസ്കാരം കഴിയുമ്പോ ഇവിടെ നിന്നും പുരുഷന്മാർ ഇറങ്ങിക്കഴിയുമ്പോ വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറാം, പള്ളി കാണാം, പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താം. എല്ലാവരുടെയും സഹായവും
പ്രാർത്ഥനയും ഉണ്ടാകണം. അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. നീ പൂർണ്ണമായും സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ, ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവർ എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. മുഴുവൻ ജനങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാനുള്ള തൗഫീഖിനെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈദിന്റെ സുദിനത്തിലും മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാഇനെ കൊടുക്കണേ റഹ്മാനെ. മാരകവും ഭീകരവുമായ രോഗങ്ങളിൽ നിന്ന്, അറുത്തു മുറിച്ചു കീറുന്ന രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതുപോലെ ഈദിന്റെ മുസല്ലയിൽ ഇരിക്കേണ്ട പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പലരും 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തിനെ കൊടുക്കണേ റഹ്മാനെ. നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിക്കാനുള്ള തൗഫീഖിനെ നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടുകൂടി ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനെ. കുടുംബ